അപ്പോ ആ പിന്നെ രാവിലെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ അമ്പി മാമ? പൂനെയിലെ നമ്മുടെ അക്കോമഡേഷൻ ഏതാണ്ട് ശരിയായിട്ടുണ്ട്. ഹോസ്പിറ്റലിനടുത്ത് തന്നെയാണോ? അത് അവിടെ നിന്നൊരു കഷ്ടിച്ച് 4-5 കിലോമീറ്റർ ദൂരം വരും. എന്നാലും സാരമില്ല, നമ്മുടെ ഒരു ചങ്ങാതിയുടെ ഫ്ലാറ്റാ. നാളെയോ മറ്റന്നാളോ അത് ഒഴിയും. അപ്പോഴാ ഞാൻ ഇങ്ങനൊരു ആവശ്യവും പറഞ്ഞ് വിളിച്ചത്. സന്തോഷത്തോടെ അയാൾ അത് വിട്ടുതരാമെന്ന് സമ്മതിച്ചു. ആളുടെ പേരെ സജീവൻ കാവുമ്പോട്ടെന്നാ, തിരുവല്ലക്കാരനാ. അത്യാവശ്യം കവിതയും പാട്ടും പിന്നെ പരിസ്ഥിതി പ്രവർത്തനവും ഒക്കെ ആയി നമ്മുടെ കൂടെ കൂടാറൊക്കെയുള്ള കക്ഷിയാ. പിന്നെ പൂനെയിലെ വലിയൊരു ഉദ്യോഗസ്ഥനാ. താമസിക്കാൻ നമുക്ക് ഫ്ലാറ്റ് വിട്ടുതരിക മാത്രമല്ല, അവിടെ വേണ്ട എല്ലാ സഹായവും നമുക്ക് ചെയ്തു തരാമെന്ന് സജീവൻ എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ദേ, അപ്പോ ആ കാര്യം ഓക്കെ ആയേ? എങ്കിൽ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിടാം അമ്പി മാമ. ഇനി ഇവിടെ ഇങ്ങനെ തുടരുന്നത് റിസ്കാ. അത് പിന്നെ ഞാനും ആലോചിക്കാതിരുന്നില്ല. എന്നാലും അത്യാവശ്യം ട്രാവൽ ചെയ്യാനുള്ള ആരോഗ്യമെങ്കിലും നിനക്ക് വേണ്ടേ? ഞാൻ ഓക്കെയാണ്. അത് പോവാനുള്ള ആവേശം കൊണ്ട് അപ്പു പറയുന്ന സാറേ, കാര്യാക്കണ്ട. കുറച്ചു ദിവസം കൂടി റെസ്റ്റ് എടുത്താലേ ഇവിടുന്ന് അവിടം വരെ ട്രാവൽ ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ വല്ല കോംപ്ലിക്കേഷൻസും ആയാ എന്ത് ചെയ്യും? കമല ആ പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തായാലും ഒരു 4-5 ദിവസം കൂടി കഴിഞ്ഞിട്ട് എന്നത്തേക്ക് യാത്ര ഫിക്സ് ചെയ്യണമെന്ന് തീരുമാനിക്കാം. കമലേ, തന്റെ കാര്യം എങ്ങനാ? താനും ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ അതൊരു വലിയ സഹായമായെന്നെ. എന്താ ബുദ്ധിമുട്ടാവോ കമലയ്ക്ക്? ഏയ്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സാറേ. വീട്ടിലൊന്ന് പറയണം. എന്നാലും നമ്മൾ എത്ര നാൾ അവിടെ ഉണ്ടാവും? ഒരു 7-8 മാസമെങ്കിലും അവിടെ നിൽക്കേണ്ടി വരും, അല്ലേ അപ്പു? അതെ, അങ്ങനെയാ ഡോക്ടറും പറഞ്ഞത്. അല്ല, കമലയ്ക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് വന്നു പോവാം. അതിനുള്ള സൗകര്യം ഒരുക്കാം. പേഴ്സണലി എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സാർ. പിന്നെ ഈ അസൈൻമെന്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്ന് ഫോറത്തിലൊന്ന് ഇൻഫോം ചെയ്യണം. പിന്നെ വീട്ടിലൊന്ന് പറയണം. അത്രേ ഉള്ളൂ. ആ, അപ്പോ നമുക്ക് അടുത്ത ആഴ്ച യാത്രയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അല്ലേ അപ്പു? അടുത്ത ആഴ്ച വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല അമ്പി മാമ. ഒരു 3-4 ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് കൺഫേം ആക്കിക്കോ. അല്ല അപ്പു, അപ്പൂന് ആരോടെങ്കിലും യാത്ര പറയാനുണ്ടോ? ഇല്ല അമ്പി മാമ, എനിക്ക് ആരോട് യാത്ര പറയാനില്ല. പറയേണ്ടവരോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ആരോടും പ്രത്യേകിച്ചൊരു യാത്ര പറച്ചിന്റെ ആവശ്യമൊന്നുമില്ല. ആരാ ഈ സമയത്ത്? ഇനി ആ ഹൗസ് ഓണർ എങ്ങാനും ആണോ? ആ ദേ, കമലൊന്ന് ചെല്ല്. ആരാണെങ്കിലും ഞങ്ങളോട് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചാൽ മതി. ശരി സാർ. ചെല്ല്. ആരാ? ഞാൻ അഡ്വക്കേറ്റ് നന്ദകുമാർ. എന്തു വേണം? എനിക്ക് അമ്പി സാറിനൊന്ന് കാണണം. അമ്പി സാറോ? അതാരാ? അത് എൻ്റെ ഒരു പരിചയക്കാരനാ. ആള് ഇവിടെയാണ് താമസം എന്നറിഞ്ഞു. അതുകൊണ്ട് നേരിലൊന്ന് കാണാൻ വന്നതാ. സോറി, നിങ്ങൾക്ക് വീട് മാറിയിരിക്കുന്നു. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. നിങ്ങളുടെ പേരെന്താ? അതൊക്കെ നിങ്ങൾ അറിയേണ്ട ആവശ്യം എന്താ? നിങ്ങൾ തിരക്കി വന്ന ആളിവിടില്ല, അത്രേ അറിഞ്ഞാ പോരെ? ഏയ്, ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അംബുജാക്ഷൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്നും അയാളുടെ കൂടെ ആരാണ് ഉള്ളതെന്നും ഒക്കെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് കള്ളം പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കണ്ട. പേടിക്കണ്ട, ഞാൻ ശത്രുവൊന്നുമല്ല. അഡ്വക്കേറ്റ് നന്ദകുമാർ കാണാൻ വന്നിരിക്കുന്നെന്ന് അമ്പി സാറിനോടൊന്ന് പറയും. എന്നിട്ട് അദ്ദേഹം അനുവദിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ അകത്തേക്ക് വരുന്നുള്ളൂ. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മറുപടിക്ക് വേണ്ടി ഞാനൊരു 5 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യും. കണ്ടിട്ട് എനിക്ക് ചില അത്യാവശ്യ കാര്യങ്ങൾ കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞേക്കൂ.
ആരാ ആരാ കമല വന്നത്? ഒരു അഡ്വക്കേറ്റ് നന്ദകുമാർ. നന്ദനോ? അയാൾ എവിടെ എങ്ങനെ? അതിനൊരു ചാൻസും ഇല്ലല്ലോ. വന്നത് അയാൾ തന്നെയാണെന്ന് നിനക്ക് ഉറപ്പാണോ കമലെ? അയാൾ അങ്ങനെയാ പേര് പറഞ്ഞത്. എന്നിട്ട് ചേച്ചി എന്തിനാ അമ്പിമാമൻ ഇവിടെ ഉണ്ടെന്ന് പറയാൻ പോയത്? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷേ അയാൾ അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. സാർ ഇവിടെ ഉണ്ടെന്നും സാറിന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്നും അറിഞ്ഞിട്ടാ അയാൾ വന്നേന്നും പറഞ്ഞു. പിന്നെ ശത്രുവല്ല, ഒരു അത്യാവശ്യ കാര്യം പറയാനാ വന്നതെന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞാ പിന്നെ ഞാനെന്താ ചെയ്യാ? സാറിനോട് പറയുമ്പോ സാർ അനുവദിക്കുകയാണെങ്കിൽ കാണാമെന്ന് പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യാ. ഞാനിപ്പോ എന്താ പറയണ്ടേ? നന്ദൻ എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് കാണാതെ വിടുന്നത് മോശമാ അല്ലേ? അപ്പോ നമ്മൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മാമൻ അമ്മയോടെങ്ങാനും പറഞ്ഞിരുന്നോ? പറഞ്ഞു അല്ലേ? അല്ല, അങ്ങനെ കൃത്യമായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല. നീ സേഫ് ആണെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ മാത്രം പറഞ്ഞാ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് കൃത്യമായിട്ട് എങ്ങനെ നന്ദൻ സാറിന് അറിയാൻ പറ്റും? അമ്പിമാമ സ്ഥലവും പറഞ്ഞിട്ടുണ്ടാവും. ഇല്ല അപ്പോ, സത്യമായിട്ട് ഞാൻ സ്ഥലം പറഞ്ഞിട്ടില്ല. നന്ദൻ ഇത് വേറെ ഏതോ വഴിന്ന് അറിഞ്ഞതാ. തൽക്കാലം അമ്പിമാമ മാത്രം നന്ദൻ സാറിനെ കണ്ടാ മതി. എത്ര നിർബന്ധിച്ച് ചോദിച്ചാലും ഞാൻ കൂടെ ഇല്ലെന്ന് പറഞ്ഞേക്കണം. അല്ല, അത് നന്ദൻ എത്രമാത്രം വിശ്വസിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. വിശ്വസിപ്പിക്കണം. അവിടെയാണ് അമ്പിമാമന്റെ മിടുക്ക്. എന്നാലും നന്ദൻ ഈ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു എന്നാ ഞാൻ ആലോചിക്കുന്നേ. ഇപ്പൊ അയാളോട് എന്താ പറയണ്ടേ? എന്തായാലും ഞാൻ പോയൊന്ന് കണ്ടേക്കാം. ഇല്ലേ അപ്പോ? നീ വിഷമിക്കണ്ടോ? നന്ദൻ എന്തായാലും നമുക്ക് ദ്രോഹം ചെയ്യത്തില്ലല്ലോ, അതെനിക്കുറപ്പാ. അതെനിക്കും അറിയാം. പക്ഷെ ഇപ്പൊ ഒരു കൂടിക്കാഴ്ച അത് വേണ്ട അമ്പിമാമ. എന്തെങ്കിലും പറഞ്ഞ് സാറിനെ ഒഴിവാക്ക. ഞാൻ എന്തായാലും അയാളൊന്ന് കണ്ടിട്ട് വരാം. അയാള് അംബിസാറിനെ മറികടന്ന് അകത്തേക്കൊന്നും വരില്ലല്ലോ അല്ലേ? നമസ്കാരം സാർ. ഞാൻ സാറിനൊന്ന് കാണാനായിട്ട് വന്നതാ. ബുദ്ധിമുട്ടായോ? ക്ഷമിക്കണം നന്ദൻ, ഞാൻ അല്പം തിരക്കിലാ. ഒരു പുസ്തകത്തിന്റെ എഴുത്തിലാ. അതാ ആര് കാണാൻ വന്നാലും ഞാനിവിടെ ഇല്ല എന്ന് പറയാൻ ആ കുട്ടിയെ പറഞ്ഞ് ഏൽപ്പിച്ചത്. അല്ല, ഞാനിവിടെ ഉണ്ടെന്ന് നന്ദൻ എങ്ങനെ മനസ്സിലായത്? അംബിസാറിനെ പോലെ ഒരാൾ ഈ നഗരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. വിശേഷിച്ചും നമുക്ക് ചില കോമൺ ഫ്രണ്ട്സ് ഉള്ളപ്പോൾ. ഇനി ഞാൻ വന്ന കാര്യത്തിലേക്ക് വരാം. എനിക്ക് സാറിനെ മാത്രമല്ല അപ്പുവിനെ കൂടെ കാണണം. അപ്പോ? എന്താ സാർ, അപ്പു ഇവിടെ ഇല്ലേ? അപ്പു എന്തിനാടോ ഇവിടെ വരുന്നത്? ഇല്ല നന്ദൻ, ഞാൻ അപ്പുവിനെ കണ്ടിട്ടില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ ചെന്നപ്പോ ഗീത എന്നോട് പറഞ്ഞത് അപ്പു നന്ദന്റെ കെയർ ഓഫിൽ ഏതോ ഹോസ്പിറ്റൽ സർജറിക്ക് പോയിരിക്കുകയാണെന്ന്. സാർ, നമുക്ക് ഈ നാടകങ്ങൾ നിർത്താം. അപ്പു സാറിന്റെ കൂടെ ഉണ്ടെന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്. പിന്നെ നഗരത്തിൽ ഒരുപാട് സൗഹൃദങ്ങളുള്ള അമ്പി സാറ് സിറ്റിയുടെ ഔട്ടറിൽ വന്ന് ഇതുപോലൊരു വീട്ടിൽ താമസിക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം കാണുമെന്ന് ഊഹിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഒന്നുമില്ലെങ്കിലും ഞാനൊരു അഭിഭാഷകനല്ലേ സാർ. എടോ, അത് ഞാനൊരു പുസ്തകം എഴുതുന്നതിന്റെ തിരക്കില്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില റെഫറൻസ് ഒക്കെ. ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമെന്നാണോ? വിസിറ്റേഴ്സിനെ ആരെയും അനുവദിക്കരുതെന്ന് അപ്പുവിന്റെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടാവും അമ്പി സാറിന്, അല്ലേ? നോക്ക് സാർ, എഴുത്തിനാണെങ്കിൽ സാറിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു റൂം അനുവദിച്ചു തരാൻ മാത്രം സൗഹൃദങ്ങൾ ഈ നഗരത്തിലുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ അതൊക്കെ വേണ്ടെന്ന് വെച്ച് ഇങ്ങനൊരു സ്ഥലത്ത് സാറ് താമസമാക്കണമെങ്കിൽ
അതിന് പിന്നിൽ രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്ന്, ഇതുവരെ ഒരു ക്രോണിക് ബാച്ചലറായി കഴിഞ്ഞ അമ്പി സാറ് ഒരു കുടുംബജീവിതത്തെ പറ്റിയോ പ്രണയ ജീവിതത്തെ പറ്റിയോ ചിന്തിച്ചു തുടങ്ങിയിരിക്കണം. അല്ലെങ്കിൽ സാറിന് വേണ്ടപ്പെട്ട ഒരാളെ മറ്റുള്ളവരിൽ നിന്നും അകറ്റി നിർത്തി സംരക്ഷിക്കാൻ സാറ് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം. ഇതിൽ രണ്ടാമത് പറഞ്ഞ കാര്യം വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതാണ് സത്യവും. ശരിയല്ലേ സാർ? തന്നോട് ഞാൻ ഒന്നും നിഷേധിക്കുന്നില്ല. തന്റെ ഊഹം ശരിയാണ്. അപ്പോ ഇവിടെ ഉണ്ട്. അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. വിരോധമില്ലെങ്കിൽ എനിക്ക് അപ്പൂനൊന്ന് കാണണമായിരുന്നു. സോറി നന്ദൻ, പറയുന്നത് കൊണ്ട് വിഷമം തോന്നരുത്. വന്നത് നന്ദനാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കാണാൻ അപ്പൂന് താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നെ കാണാൻ താല്പര്യമില്ലെന്ന് അപ്പു പറഞ്ഞു. സോറി, എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സത്യമാണ് നന്ദൻ. അല്ലെങ്കിൽ തന്നോട് ഞാനതിന് കള്ളം പറയണം? തന്നെ എന്നല്ല, അപ്പൂന് ആരെയും കാണാൻ താല്പര്യമില്ല. എടോ, അങ്ങനൊരു മാനസികാവസ്ഥയിലാ ആ കുട്ടി ഇപ്പോ. അപ്പൂന്റെ സർജറി കഴിഞ്ഞു അല്ലേ? ആ, കഴിഞ്ഞു. ഇപ്പോ ബെഡ് റെസ്റ്റിലാ. നോക്കൂ സാർ, അപ്പനോട് എനിക്ക് വളരെ പേഴ്സണലായ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് പറയാൻ വേണ്ടിയാ ഇത്ര കഷ്ടപ്പെട്ട് ഞാനിവിടെ വന്നത്. അതുകൊണ്ട് അപ്പു കാണണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ആ കുട്ടിയെ കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു പോകാൻ പറ്റും. സാറിന് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എടോ, താൻ ഇങ്ങനെ വാശി പിടിച്ച പിന്നെ ഞാൻ എങ്ങനെയാടോ പറ്റില്ലെന്ന് പറയുക? താൻ ചെല്ല്, പോയി കണ്ട് സംസാരിക്കേ. പിന്നെ ഒരപേക്ഷയുണ്ട്, ആ കുട്ടിയെ അധികം വിഷമിപ്പിക്കരുത്. ഇല്ല സാർ, ആ കാര്യത്തിൽ സാറിന് എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. പിന്നെ അപ്പൂൻ്റെ അടുത്ത് നിന്ന് ചില കാര്യങ്ങൾ എനിക്കറിയണം, അത്രേ ഉള്ളൂ. അത് സംസാരിച്ച് കഴിയുന്നതുവരെ മറ്റാരും അതിൽ ഇന്റർഫിയർ ചെയ്യരുത്. ദാ വലതുവശത്തെ ആദ്യത്തെ മുറിയാ, ചെല്ല്. അങ്ങോട്ട് പോയാൽ മതി. ഇദ്ദേഹം കുഴപ്പക്കാരനാണോ സാറേ? ഒരിക്കലുമല്ല. പക്ഷേ തുടർന്നും നന്ദൻ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ ദോഷം ചെയ്തേക്കും. എക്സ്ക്യൂസ് മീ. മുൻകൂട്ടി അനുവാദം വാങ്ങാത്ത ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കണമെന്ന് അമ്പിമാമനോട് ഞാൻ പറഞ്ഞിരുന്നു. അത് അമ്പിമാമനെ കൊണ്ട് പറ്റില്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അനുവാദം വാങ്ങാതെ കാണാനെത്തിയ അതിഥിയെ നേരിടാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കായിരുന്നു ഞാൻ. വാ, ഇരിക്കെ. കാണിച്ചത് ശുദ്ധ നന്ദികേടാന്നറിയാം. നേരിട്ട് കാണാൻ മടിച്ചതും അതുകൊണ്ട് തന്നെയാ. ഒരു സോറി പറച്ചിലിൽ തീരാവുന്ന തെറ്റല്ലല്ലോ ഞാൻ ചെയ്തത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. അപ്പൂന്റെ പ്രവൃത്തിയിലെ തെറ്റും ശരിയും ബോധ്യപ്പെടുത്താനല്ല ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ഈ വീട് കണ്ടുപിടിച്ച് കാണാൻ വന്നത്. അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. സാർ ഈ ഒളിസങ്കേതം എങ്ങനെ കണ്ടുപിടിച്ചു? ഇവിടെ ആവുമ്പോ ഒരു കിളിക്കുഞ്ഞു പോലും അറിയില്ലെന്ന് അമ്പിമാമൻ ഉറപ്പ് പറഞ്ഞിരുന്നതാ. അതും പൊളിഞ്ഞു. വക്കീൽ പണിക്ക് പുറമെ അല്പസ്വല്പം സാമൂഹ്യ സേവനം വശമുണ്ട്. അതിന്റെ ഒരു സോഷ്യൽ കോണ്ടാക്ട്സ് എനിക്കുണ്ടെന്ന് കൂട്ടിക്കോളൂ. സോറി, എന്റെ സാഹസികതയും അന്വേഷണ ബുദ്ധിയൊന്നും വർണ്ണിക്കാൻ നേരമില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അപ്പൂന്റെ അടുത്ത് നിന്ന് നേരിട്ട് അറിഞ്ഞ കൊള്ളാവുന്നുണ്ട്. അതിലൊന്നാമത്തേത്, എന്തിനായിരുന്നു ഈ ഒളിച്ചോട്ടൊന്നല്ലേ? യെസ്, എക്സാക്ട്ലി. കണ്ടുമുട്ടുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അതിന്റെ ഒരു റെഡിമെയ്ഡ് ഉത്തരം കൈ കാണുമെന്നറിയാം. അതെനിക്ക് കേൾക്കണമെന്നില്ല. എനിക്ക് വേണ്ടത് ഒരു ജെന്യുവൻ എക്സ്പ്ലനേഷനാണ്. വക്കീൽ സാറിനോട് ഒരു റെഡിമെയ്ഡ് ഉത്തരം ശരിയാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ കാർഡ് ഈ ടേബിളിൽ ഞാൻ ഇറക്കില്ല. ഒരിക്കലും ഇങ്ങനൊരു ഷിഫ്റ്റിംഗ് മനസ്സിൽ ആഗ്രഹിച്ചതല്ല. ഇൻഫെക്ഷൻ മാറി സർജറി 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാവുന്ന ഡോക്ടർ സ്റ്റെല്ല നേരിട്ട് പറഞ്ഞതിൻ്റെ അന്ന് അമ്പിമാമൻ എന്നെ കാണാൻ വന്നത്. VP എന്നെ പറ്റിയുള്ള അന്വേഷണം ഫുൾ സ്വിംഗിൽ നടത്തുന്നുണ്ടെന്ന് അന്നേരമാണ് ഞാൻ അറിഞ്ഞത്. ആ
ആദ്യം കേട്ടപ്പോ അതത്ര കാര്യമാക്കിയില്ല. പക്ഷേ അമ്പിമാമൻ അതിലെ അപകട സാധ്യതകൾ വിശദമാക്കിയപ്പോഴാ BP ഹോസ്പിറ്റലിൽ അന്വേഷിച്ചു വന്ന ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളെപ്പറ്റി എനിക്ക് ബോധ്യമായത്. BP സാറിനെയും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. എങ്കിൽ ആ ഹോസ്പിറ്റലിലേക്കും അവിടെ നിന്ന് എന്നിലേക്കുള്ള വഴി BPക്ക് എളുപ്പമായിരിക്കും. അപ്പുവിന്റെ പുതിയ ജീവിതം മറന്നുപോയ അച്ഛനോട് പിന്നെ കഥയെല്ലാം ഒന്നേന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. വീണ്ടും അതേ സെന്റിമെന്റ്സ്, മെലോഡ്രാമ, വഴക്ക്, പിണക്കം. വയ്യ സർ. ആടിമടുത്ത സീക്വൻസുകളൊന്നും ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല എനിക്ക്. അതുകൊണ്ടാ ഞാൻ ആ ഹോസ്പിറ്റൽ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് തോന്നിയതുകൊണ്ട് അമ്പിമാമനും കൂടെ നിന്നു. അമ്പിമാമന്റെ ഇൻഫ്ലുവൻസ് വെച്ച് ഇവിടെ തന്നെ ഉള്ളൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലായിരുന്നു സർജറിയൊക്കെ. അതിനിടയിൽ ഇങ്ങനെ ഒരു ഒളിത്താവളം ഒരുക്കിയതും സഹായത്തിന് ആളെ ഏർപ്പാടാക്കിയതും ഒക്കെ അമ്പിമാമൻ എന്ന പാവ മനുഷ്യനായിരുന്നു. കൊള്ളാം. ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും എല്ലാം നല്ല വെൽ പ്ലാൻഡ് ആയിരുന്നു അല്ലേ? അമ്പി സാർ അത് നന്നായി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ പറഞ്ഞാലൊരു ചെറിയ മിസ്സിംഗ് പോലെ തോന്നുന്നു എനിക്ക്. എന്നോടെങ്കിലും അപ്പോന് ഇതൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്യാമായിരുന്നു, സർജറി കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടി. മറച്ചുവെക്കാൻ മാത്രം ഞാൻ തന്നോടൊരു ദ്രോഹം ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞല്ലോ സർ, ആരെയും അറിയിക്കാതിരുന്നത് മനഃപൂർവ്വം തന്നെയായിരുന്നു. എല്ലാത്തിൽ നിന്നും, എല്ലാവരിൽ നിന്നും. അത് എന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കൂടി എനിക്കൊന്ന് ഒഴിവാവണമായിരുന്നു. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ആ ലിസ്റ്റിൽ സാറും പെടുമായിരുന്നു. ഓക്കെ, എഗ്രീഡ്. പക്ഷെ ഒരു സംശയം, എൻ്റെ അനിയത്തി ആതിര ഈ പറഞ്ഞ ലിസ്റ്റിൽ പെടും? അപ്പൊ മറുപടി ഒന്നും പറഞ്ഞില്ല. സാറിന്റെ ചോദ്യം എന്തുദ്ദേശാന്ന് എനിക്ക് മനസ്സിലായി. ആതിരയോട് ഞാൻ വിശ്വാസവഞ്ചന കാണിക്കില്ല. ഇത് അപ്പുവിന്റെ വാക്കാ. എങ്കിൽ ഒരു തവണയെങ്കിലും, ഒരേ ഒരു തവണയെങ്കിലും അപ്പൂന് അവളെ ഒന്ന് വിളിക്കാമായിരുന്നു. സമാധാനമായിരിക്കെ ഞാൻ സേഫാണ് എന്നൊരൊറ്റ വരിയെങ്കിലും പറയാമായിരുന്നു. ആ ഒറ്റ വരി കൊണ്ട് ആതിര തൃപ്തിയാവില്ലെന്ന് എനിക്ക് നന്നായി അറിയാം സാർ. പിന്നെ എന്നെ കാണണമെന്നാവും. സാറും ആതിരയും എന്നെ കാണാൻ വേണ്ടി വരുന്നത് BP അറിഞ്ഞ പിന്നെ ഈ സാഹസികതയ്ക്കൊന്നും ഒരു പ്രസക്തി ഇല്ലാതായി പോവില്ലേ? അത് മാത്രമല്ല സർ, ഇനി തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടാവുന്നത് അപ്പു പൂർണ്ണമായും ഒരു പുരുഷനായി കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ആതിരയോട് പറഞ്ഞതായിരുന്നു. ആ വാക്ക് പാലിക്കണമെന്ന് ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ വാക്കിൽ ആതിരയ്ക്ക് വിശ്വാസമുള്ളിടത്തോളം എന്നെ ഓർത്ത് വിഷമിക്കരുതെന്ന് ആതിരയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിലുള്ള വിശ്വാസം ആതിരയ്ക്ക് നഷ്ടാവില്ലെന്ന് തന്നെ എന്റെ പ്രതീക്ഷ. മതി, ഇത്രയും കേട്ടാൽ മതി എനിക്ക്. വല്യേട്ടൻ ചമയുന്നു എന്ന് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ, ഒരു സുഹൃത്തിൻ്റെയോ ഏട്ടൻ്റെയോ സ്ഥാനത്ത് നിന്ന് അപ്പോന് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്തു തരേണ്ടതുണ്ടോ? മടിക്കണ്ട, പറഞ്ഞോളൂ. യെസ്, ഒരു ചെറിയ സഹായം എനിക്ക് വേണം. പറഞ്ഞോളൂ അപ്പോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? തൽക്കാലത്തേക്ക് ഈ സ്ഥലവും എന്നെ അങ്ങ് മറന്നേക്ക. ഞാൻ പറയാതെ സാറിന് എന്നെ കാണാൻ വരരുത് പ്ലീസ്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഓക്കെ അപ്പോ, ഓക്കെ. സോറി ടു ട്രബിൾ യു. വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. ബൈ. ടേക്ക് റെസ്റ്റ്.